പ്രിയപ്പെട്ടവരെ, ഇത് എറണാകുളത്ത് മോൻ താമസിക്കുന്ന ഭവനമാണ്. ഞാൻ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ മോൻ്റെ അടുത്തോട്ട് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ടെറസിലേക്ക് വന്നതാണ്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സ്വർഗീയ പിതാവിൻ്റെ കരം, മനോഹരമായ കരം നമ്മുടെ മേൽ വെച്ചുകൊണ്ട് നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ മുറുകെ പിടിക്കുന്ന ആ സ്വർഗീയ അപ്പച്ചനെ നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. എത്ര സ്തുതിച്ചാലും എത്ര സ്തോത്രം ചെയ്താലും മതി വരത്തില്ല. അത്രത്തോളം അനുഗ്രഹമാണ് കർത്താവ് നമ്മളോട് കാണിക്കുന്നത്. ഓരോ ദിനവും കർത്താവ് നമ്മെ കൊണ്ട് നടക്കുന്ന സ്നേഹത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുള്ളതുപോലെ അല്ല, നമ്മൾ ഒരുപാട് ശക്തമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനിയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയെ വെളിപ്പെടേണ്ടത്. നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം. ലോകജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകം ദൈവത്തെ അറിയണം. അന്ധകാരത്തിൽ ആണ്ടുപോയ ജനം ദൈവത്തെ അറിയണം. ദൈവം രാജാവായി നമ്മളിൽ വാഴുന്നുവെന്ന് ജനം മനസ്സിലാക്കണം. നമുക്ക് നമ്മളുടെ സ്വർഗീയ പിതാവിനെ സ്തുതിക്കാം. മാനവരാശിയുടെ ഉടയവനെ സ്തുതിക്കാം. സ്വർഗത്തിൻ്റെ ഭൂമിയുടെ നാഥനായ ദൈവത്തെ സ്തുതിക്കാം. ദൈവം നമുക്ക് ചെയ്തു തരുന്ന എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യാം. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് മുന്നേറാം. ദൈവത്തെ അറിയാത്ത ജനം അന്ധകാരത്തിൽ ആണ്ട് കിടക്കുകയാണ്. അവരെല്ലാം പ്രകാശത്തിലേക്ക് വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, എൻ്റെ പ്രിയപ്പെട്ടവരെവിടെല്ലാം ഉണ്ടെങ്കിലും അവരെല്ലാം കർത്താവെ ശക്തീകരിക്കണമേ. അങ്ങയുടെ കൃപയിൽ നിറയ്ക്കണമേ കർത്താവേ. എൻ്റെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാ മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞാൻ 6 ഗ്രൂപ്പിൽ കയറി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിലുള്ള എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെല്ലാം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധക്കാർ അവരുടെ മേലിരിക്കണമേ കർത്താവേ. അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും കൊണ്ട് പൊതിയണമേ അപ്പാ. അങ്ങയുടെ കൃപയിൽ അവരെ വാരിച്ചൊരിയണമേ. അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ അപ്പാ. അപ്പൻ്റെ സ്നേഹം കൊണ്ട് മൂടണമേ പിതാവേ. ഹല്ലേലൂയ. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമെന്ന് പറയുവാൻ തക്ക വിധം ഓരോ മക്കളെ ഒരുക്കിയെടുക്കണമേ പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ എൻ്റെ സ്വർഗീയ പിതാവേ, എൻ്റെ ഈ എല്ലാ ഗ്രൂപ്പിലുള്ള മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ അപ്പാ. അവരോരോ വ്യക്തികളെയും പേര് ചൊല്ലി വിളിച്ച് കർത്താവേ അങ്ങയുടെ കൃപയിൽ നിറയ്ക്കണമേ. അങ്ങയുടെ നിത്യജീവൻ അവർക്ക് പ്രദാനം ചെയ്യണമേ അപ്പാ. ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനവരാശിയുടെ ഉടയവനായ സ്വർഗീയ പിതാവിൻ്റെ നിസ്സീമമായ സ്നേഹത്തിൽ ഞങ്ങളെ പൊതിഞ്ഞനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പാ പിതാവേ, ഞങ്ങളുടെ അമല ധ്യാന കേന്ദ്രത്തെ സമർപ്പിക്കുന്നു. അവിടെ കടന്നു വന്ന് വചനം പ്രഘോഷിക്കുന്ന എല്ലാ വചന പ്രഘോഷകരെയും സമർപ്പിക്കുന്നു കർത്താവെ. അടുക്കള മുതൽ പടിപ്പുര വരെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, അവിടെ ധ്യാനത്തിനായി കടന്നു വരുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യത്തിന് എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ. ഓരോ വേദനിക്കുന്ന ഹൃദയത്തെയും കർത്താവ് പ്രത്യേകമായി കാണുന്നല്ലോ. അവരെല്ലാം ശക്തിപ്പെടുത്തണമേ കർത്താവേ. ആത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. മാനവരാശിയുടെ ഉടയവനെ, എൻ്റെ മകൻ താമസിക്കുന്ന ഈ ദേശത്തെ, ഈ എറണാകുളത്തെ കർത്താവേ,
ഇവിടെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ ദേശത്തിലുള്ളവരെ അനുഗ്രഹിക്കണേ കർത്താവേ. എൻ്റെ മകൻ്റെ അയൽവാസികളെ എല്ലാം അനുഗ്രഹിക്കണേ കർത്താവേ. ദേശവാസികളെ എല്ലാം അനുഗ്രഹിക്കണേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. ഹല്ലേലൂയ. അങ്ങ് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ബലവാനായ ദൈവം പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. കരുണയുള്ള കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹത്താൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കണമേ. അവർക്ക് ആവശ്യമായ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. ആത്മാവിനാൽ അവരെ എല്ലാം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.